وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير صدق الله مولانا العظيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇത്തികാഫിൻ്റെ നെയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ തണലും ഖുർആനിൻ്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഇസ്ലാമിക വിശുദ്ധിയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ലുഖ്മാനിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് നൽകിയ ഉപദേശം, ആ ഉപദേശം അവിടുന്ന് ഓർക്കണം നബിയെ. അത് മറ്റുള്ള ആളുകൾക്കിടയിൽ വിളംബരപ്പെടുത്തണം. കാരണം സന്തോഷദായകമായ മനുഷ്യൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ഉപദേശങ്ങളാണ് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനു കൈമാറുന്നത്. ഇവിടെ എന്തുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനു നൽകിയ ഉപദേശത്തെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു? അതിൻ്റെ കാരണത്തിലേക്ക് വരുന്നതിൻ്റെ മുൻപ് ഈ നിരന്തരമായ ഉപദേശത്തിൻ്റെ ഫലമായി ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഭാര്യയും തൻ്റെ മകനും വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഈ രൂപത്തിലുള്ള ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗത്തിലേക്ക് ഒരു ഭാഗത്ത് കടന്നു വരുന്നു. അതേ സമയത്തു തന്നെ നിരന്തരമായ പ്രബോധനവും ഉപദേശവും നൽകിയിട്ടും വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാത്ത ആളുകളെയും ചരിത്രത്തിൻ്റെ വായനയിൽ നമുക്കെമ്പാടും കാണാൻ കഴിയുകയാണ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു മകൻ
അതേപ്രകാരം അവിടുത്തെ ഭാര്യ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടാതെ പോയവരാണ്. ഫഇന്നഹുമാ ലം യുസ്ലിമാ, അവർ രണ്ടുപേരും മുസ്ലിമീങ്ങളായിട്ടില്ല. അതേപ്രകാരം തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഉപദേശത്തിന്റെ കമ്മിയല്ല, പ്രബോധനത്തിന്റെ പോരായ്മയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം അവർക്ക് കൊടുത്തില്ല. എങ്കിൽ എന്തിനാണ് ലുഖ്മാൻ തങ്ങളുടെ ഈ ഉപദേശത്തെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നത്? അതിൻ്റെ പിന്നിൽ പ്രധാനമായും രണ്ടു താല്പര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, ലുഖ്മാൻ തങ്ങൾ ഈ ആത്മജ്ഞാനങ്ങൾ അല്ലെങ്കിൽ തത്വജ്ഞാനങ്ങൾ കൈമാറുന്നത് തൻ്റെ സ്വന്തം മകനോടാണ്, തൻ്റെ മകനിലേക്കാണ്. ഒരു പിതാവ് തൻ്റെ മകനോട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ തൻ്റെ മകന് നേട്ടം സംഭവിക്കുന്നതേ പിതാവ് പറയുകയുള്ളൂ. മകന്റെ ഭാവി ജീവിതത്തെ തകർത്തുകളയുന്ന ഒരു വിഷയവും തന്നെ ഒരു പിതാവും തൻ്റെ മകളോട് പറയുന്നതല്ല. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയെങ്കിൽ അത് യഥാർത്ഥമാണ്. കാരണം ലുഖ്മാൻ നിങ്ങൾക്ക് പരിചയമുള്ളവരാണല്ലോ. നിങ്ങളുടെ കവിതകളിലും അതേപ്രകാരം തന്നെ നിങ്ങളുടെ പൂർവീകരുടെ സംസാരങ്ങളിലുമൊക്കെ നിരന്തരം കടന്നു വരുന്ന ഒരു മഹാമനീഷിയായിട്ടാണല്ലോ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ നിങ്ങൾ കാണുന്നത്. ആ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനു നൽകിയ ഉപദേശം ശിർക്ക് ചെയ്യരുത് എന്നാണ്. രണ്ടാമത്, മക്കയിലുള്ള ആളുകൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീൻ അവരുടെ മുൻപിൽ പരിചയപ്പെടുത്തിയപ്പോ പല പിതാക്കളും പല മാതാക്കളും അവരുടെ മക്കളെ വിളിച്ചിട്ട് നൽകിയ ഉപദേശം, മോളെ മുഹമ്മദിന്റെ കണിയിൽ പെട്ടുപോകരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കണിയിൽ കുടുങ്ങിപ്പോകരുതേ. ഇതായിരുന്നു പല പിതാക്കൾക്കും മാതാക്കൾക്കും അവരുടെ മക്കളോട് നൽകാനുണ്ടായിരുന്ന ഉപദേശം. നോക്കൂ നിങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലും നമുക്ക് കാണാവുന്നതാണ്. നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക പ്രചരണം നടത്തിയ മഹാനായ നൂഹ് അലൈഹിസ്സലാം ഇല്ല, ഈ തലമുറയിൽ പ്രതീക്ഷയില്ല. ഇനി അടുത്തു വരാനിരിക്കുന്ന തലമുറയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുമെന്ന ഒരു ശുഭ പ്രതീക്ഷയിൽ കഴിയുന്ന മഹാനായ നൂഹ് അലൈഹിസ്സലാം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഉപ്പമാരുടെ കയ്യും പിടിച്ചു വരുന്ന ചെറിയ പയ്യന്മാർ, ചെറിയ മക്കൾ നൂഹ് അലൈഹിസ്സലാമിനെ കാണുമ്പോൾ അവരുടെ പിതാക്കൾ ആ ചെറിയ മക്കളോട് നൽകുന്ന ഉപദേശം, മോനെ ഈ മനുഷ്യന്റെ കണിയിൽ പെടരുത് കേട്ടോ, ഈ മനുഷ്യന്റെ കണിയിൽ പെട്ടുപോകരുത് കേട്ടോ, ഫഇന്നഹു കദ്ദാബ്, പച്ചക്കള്ളനാണ് ഇദ്ദേഹം, ഈ മനുഷ്യൻ പറയുന്നതിന് ചെവി കൊടുക്കരുത് കേട്ടോ എന്ന് എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ തന്റെ പിതാവിന്റെ കൈ പിടിച്ച് തൂങ്ങി നടക്കുന്ന ചെറിയ മക്കളോടടക്കം ആ പിതാക്കൾ ഉപദേശിച്ചപ്പോഴാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാം, റബ്ബേ വളർന്നു വരുന്ന ഈ പുതിയ തലമുറയിലാണ് ഞാൻ പ്രതീക്ഷ വെച്ചിരുന്നത്, അവരുടെയും കഥ ഇതുതന്നെയാണല്ലോ എന്ന് ചിന്തിച്ചു പോയത്. അതേ സംഭവം തന്നെയാണ് മുസ്തഫായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും കാണുന്നത്. ഉപ്പമാര് മക്കളെ വിളിച്ചിട്ട് നൽകുന്ന ഉപദേശം, ആ പ്രഭാഷണം കേൾക്കാൻ പോകരുത്, അവിടെ ഓതുന്ന ഖുർആൻ കേൾക്കാൻ പോകരുത്, അവിടെ എന്താണോ പറയുന്നത് അങ്ങോട്ട് പോവുക തന്നെ ചെയ്യരുത്. ഇതുകൊണ്ടാണല്ലോ പല ആളുകളും അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തിരുന്ന് വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ആ ഖുർആൻ ആരു കേട്ടാലും, അറബികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അതിന്റെ ശ്രവ്യ ആ അല്ലാഹുവിന്റെ കലാം ആ വചനത്തിൽ ആകൃഷ്ടരായി അവർ റസൂലുള്ളാഹിയിൽ ആകൃഷ്ടരാകുമ്പോ അത് സംഭവിക്കരുതെന്ന് കരുതി അവരുടെ കാതുകളിൽ പഞ്ഞു തിരികിയിട്ട് റസൂലുള്ളാഹി പറയുന്നത് കേൾക്കരുതെന്ന് കരുതി ആ രൂപത്തിൽ കഅബാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ നടന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക.
മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്നവരിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. 18 വയസ്സാണ് പ്രായം. 18ാമത്തെ വയസ്സിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും മുസ്ലിമാവുകയും ചെയ്ത മഹാനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ മുസ്ലിമായി എന്ന വിവരം തന്റെ മാതാവ് അറിയുകയാണ്. ഉമ്മു സഅദ് എന്ന തന്റെ മാതാവ് ഈ വിവരമറിഞ്ഞപ്പോൾ ഒരു ശപഥം ചെയ്യുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. സഅദ്, നീ മതം മാറിയല്ലേടാ? നിന്റെ പൂർവികരുടെ മതത്തിൽ നിന്ന് നീ വഴിമാറിയല്ലേടാ? ഇല്ല, ഞാൻ നിന്റെ ഉമ്മയല്ലേ? ഇല്ല, ഇനി ഈ ഉമ്മ വെള്ളം കുടിക്കില്ല, ഇനി ഈ ഉമ്മ ഭക്ഷണം കഴിക്കില്ല. ഈ കാണുന്ന ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ നിന്ന് തണലിലേക്ക് ഈ ഉമ്മ വഴിമാറില്ല. ഇങ്ങനെ മരിക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്ന് ഞാൻ മാറണോ? നിനക്ക് നിന്റെ ഉമ്മയെ വേണോ? എങ്കിൽ നീ സ്വീകരിച്ച മതത്തിൽ നിന്ന്, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് വഴിമാറാതെ ഈ ഉമ്മ ഇനി ഒരു മുറുക്ക് വെള്ളം കുടിക്കുകയില്ല സഅദ് എന്ന് ഉമ്മു സഅദ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആ ഉമ്മ ആ ശപഥത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 18കാരനായ ഒരു ചെറുപ്പക്കാരന്റെ വികാരങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ എന്റെ സഹോദരന്മാരെ. അങ്ങനെ തന്റെ ഉമ്മ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വെയിലേറ്റ് വാടിത്തളർന്ന് ബോധം കെട്ട് വീണു പോവുകയാണ്. ആ സമയത്താണ് തന്റെ ഒരു സഹോദരൻ ഓടി വരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ വന്നിട്ട് ഉമ്മയെ താങ്ങി പിടിക്കുകയാണ്. എന്നിട്ട് വെള്ളം കൊടുക്കുന്നു. ഉമാറ എന്ന് പറയുന്ന തന്റെ സഹോദരൻ വന്നിട്ട് തന്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കുന്നു. ബോധം തെളിയുകയാണ്. സഅദിനു വേണ്ടി കേടായിട്ട് ദുആ ചെയ്യുകയാണ് ഉമ്മ. പക്ഷേ എന്റെ സഹോദരന്മാരെ, സഅദ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഏതാണ് ഈ സഅദ്? 18കാരനാണ്. ഉമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, വല്ലാഹി ലൗ കാന ലക 100 നഫ്സിൻ ഫഖറജത് നഫ്സൻ മാ കഫർതു. ഉമ്മ ഒരു കാര്യം എനിക്ക് അവിടത്തോട് പറയാനുണ്ട്. അല്ലാഹുവാണ് സത്യം. എന്റെ ഉമ്മാക്ക് 100 ജന്മം ഉണ്ടാവുകയാണ്. 100 ജന്മം എന്റെ ഉമ്മാക്കുണ്ടാവുകയാണ്. ഓരോ ജന്മത്തിലും ഈ രൂപത്തിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടുത്തെ മകനായ സഅദ് ഇസ്ലാം മതത്തിൽ നിന്ന് രാജിയാകുന്നതിന്റെ പേരിൽ വെള്ളം കുടിക്കാതെ ഉമ്മ മരണപ്പെടുകയാണ്. 1 അല്ല 2 അല്ല 100 ജന്മം എന്റെ ഉമ്മാക്കുണ്ടാവുകയാണ്. ഇല്ലമാ കഫർതു. ഈ സഅദ് ഇസ്ലാമിൽ നിന്ന് രാജിയാകുമെന്ന് ഈ ഉമ്മ കരുതേണ്ടതില്ല. തന്റെ മകൻ ഉറച്ച തീരുമാനമാണെന്നറിഞ്ഞപ്പോഴാണ് ഫകുലി. ആ ഉമ്മ എന്തു ചെയ്തു? ആ സമയത്ത് തന്റെ നയം മാറ്റുകയും പിന്നീട് ഈ തന്റെ മകൻ പറയുന്നു, ഫകുലി വ ഇൻ ശിഅത ഫലാ തഅകുലി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷിച്ചോളൂ, വേണ്ട എങ്കിൽ മാറി നിന്നോളൂ. സഅദിന്റെ ആദർശത്തിൽ തൊടാൻ ഉമ്മാക്ക് കഴിയില്ല. നയം മാറ്റുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ അമീൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ എന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടക്കുന്നത് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ മക്കയിലുള്ള പിതാക്കളും മാതാക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ കേൾക്കരുതെന്നും റസൂലുള്ളാഹിനോടൊപ്പം പോകരുതെന്നും ഉപദേശിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, ഓ മക്കക്കാരെ, ലുഖ്മാനുൽ ഹക്കീമിനെ നിങ്ങൾക്കറിയുമല്ലോ. ആ ലുഖ്മാനുൽ ഹക്കീമിനെ ഒരു തത്വജ്ഞാനിയായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു മഹാമനീഷിയായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ലുഖ്മാൻ തന്റെ മകനു നൽകിയത് അല്ലാഹുവിനെ അംഗീകരിക്കണമെന്നാണ്, അല്ലാഹുവിലേക്ക് കടന്നു ചെല്ലണമെന്നാണ്, പടച്ച റബ്ബിനെ ഉൾക്കൊള്ളണമെന്നാണ്. ആ സന്ദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളേക്കു കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഗതി എങ്കിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി
ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വവസ്സൈനൽ ഇൻസാന. മനുഷ്യരോട് നമ്മൾ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബിവാലിദൈഹി, അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ആ മാതാപിതാക്കളോട് കരുണ കാണിക്കണം, മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അതേ ഹമലുതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ആരാണ് അവിടുത്തെ ഉമ്മ? ഹമലുതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. വിഷമത്തിന്റെ മുകളിൽ വേറെ വിഷമം, വിഷമത്തിന്റെ മുകളിൽ വിഷമം, ക്ഷീണത്തിന്റെ മുകളിൽ വീണ്ടും ക്ഷീണം. ഈ രൂപത്തിൽ ഗർഭം ചുമന്നു നടന്നവരാണവർ. ശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ഷീണമാണ്, അതിൻ്റെ മുകളിൽ വീണ്ടും ക്ഷീണമാണ്, തളർച്ചയാണ്, അതിൻ്റെ മുകളിൽ വീണ്ടും തളർച്ചയാണ്. ഈ രൂപത്തിൽ ക്ഷീണവും തളർച്ചയുമായി ഗർഭം ചുമന്നു നടന്നവരാണവർ. നോക്കൂ, നമ്മൾ പുരുഷന്മാരാണ്. അതേ സമയത്തു തൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോഴുണ്ടാകുന്ന അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ ഒരു പക്ഷേ കണ്ടവരാണ്. എപ്പോൾ ഗർഭം പിടിച്ചോ അത് മുതൽക്ക് ഛർദിയാണ്, അത് മുതൽക്ക് ക്ഷീണമാണ്, തലകറക്കമാണ്. അതേ പ്രകാരം ഉരവേദനയാണ്, കാലുവേദനയാണ്. ഭക്ഷണം കഴിക്കാൻ ആർത്തിയുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് 10 മാസക്കാലം, 1 2 മാസമല്ല, 10 മാസക്കാലം അവരിത് സഹിക്കുകയാണ്. വേണ്ട രൂപത്തിൽ ഒന്ന് ഓടിച്ചെന്ന് ബെഡിൽ കിടക്കാൻ പോലും കഴിയുന്നില്ല. പതിയെ ചെല്ലുന്നു, പതിയെ ഇരിക്കുന്നു, പതിയെ കിടക്കുന്നു. ഒന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ എണീറ്റ് നിൽക്കുന്നു, എന്നിട്ട് മറുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. ഈ രൂപത്തിൽ ഉമ്മമാരെ കഷ്ടപ്പെടുകയാണ്. ഇത് ഖുർആൻ മാനവിക സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ സഹിച്ചതിൻ്റെ ശേഷം പിന്നീട് അവർ പ്രസവിക്കുകയാണ്. ആ പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന വേദനയോ അതും അവർ സഹിക്കുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വഹ്നൻ അലാ വഹ്ൻ. ഇങ്ങനെയൊക്കെ സഹിച്ച ഉമ്മമാർ, ആ ഉമ്മമാരോട് അനുകമ്പയുള്ളവരും ആ ഉമ്മമാരോട് സ്നേഹമുള്ളവരുമായി നിങ്ങൾ മാറണം കേട്ടോ. ഇത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല, വവസ്സൈനൽ ഇൻസാന, മനുഷ്യരായി ആരൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവർ മുഴുവനും ഈ കടപ്പാട് ഓർക്കേണ്ടതാണ്. മനുഷ്യരോടാണ് നമ്മുടെ പ്രഖ്യാപനമുള്ളത്. ഈ കടപ്പാട് മറന്നുകൊണ്ട് ജീവിക്കരുതേ. അതേവ ഫിസാലുഹു ഫീ ആമൈനി, 2 വർഷക്കാലം അവർ മുലയൂട്ടുകയാണ്, അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ മാതാപിതാക്കളോട് അവർ കരുണ കാണിക്കട്ടെ. അതെ, പിന്നെ എന്താണ്? അനിഷ്കുർലി വലിവാലിദൈക, നമ്മുടെ ഉപദേശം എന്താണ്? അനിഷ്കുർലി, എന്നോട് നിങ്ങൾ നന്ദിയുള്ളവരായി മാറണം, എന്നോട് നിങ്ങൾ നന്ദിയുള്ളവരായി മാറണം. പോരാ, വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരായി മാറണേ. എന്നോട് നന്ദിയുള്ളവരാവണമെന്ന് അല്ലാഹ് പറയുകയാണ്. പറഞ്ഞതിൻ്റെ ഉടനെ തന്നെ പടച്ച റബ്ബ് പറയുന്നത് എന്നോട് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരായി മാറണം. വിശുദ്ധ ഖുർആൻ 1 2 സ്ഥലത്തല്ല എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എത്ര സ്ഥലങ്ങളിലാണ് പടച്ച റബ്ബ് ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനത്തിൽ കാണാം, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഇസ്രായേലി കുടുംബങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഉപദേശമാണ്, അവരോട് നാം ആകുന്ന കരാറാണ്. എന്തേ? അത് അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധന ചെയ്യാവൂ. അത് പറഞ്ഞ ഉടനെ തന്നെ പടച്ച റബ്ബ് പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. കഴിഞ്ഞോ? ഒരൊറ്റ വർത്തമാനത്തിൽ അല്ലാഹ് ഇത് നിർത്തിയിട്ടില്ല. സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ വചനത്തിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി വബിൽ വാലിദൈനി ഇഹ്സാനാ. കണ്ടോ, നിങ്ങൾ അല്ലാഹ്ക്ക് ആരാധന ചെയ്യണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം.
വീണ്ടും ശ്രദ്ധിക്കുക, സൂറത്ത് അൻആമിന്റെ 151 വചനത്തിൽ പടച്ച റബ്ബ് പറയുകയാണ്, ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിൽ നിങ്ങൾ പങ്കുകാര വെക്കരുത് കേട്ടോ. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. സൂറത്ത് ഇസ്രാഇന്റെ 23 വചനം, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖളാ റബ്ബുക, ഓ നിന്റെ രക്ഷിതാവ് അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാവ്, അതെ അവൻ തീരുമാനിച്ചു ഉറച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, അവനല്ലാത്ത മറ്റൊരാൾക്കും ആരാധനകൾ സമർപ്പിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, നോക്കൂ നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അങ്ങനെ സൂറത്ത് അഹ്ഖാഫിന്റെ 15 വചനം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ. സൂറത്ത് അങ്കബൂത്തിന്റെ 8 വചനം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നിൽ പങ്കുകാരെ ചാർത്തരുത്, എനിക്കു മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം തൊട്ടടുത്തായി പറയുന്നത്, മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കണേ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. വിഷയത്തിൻ്റെ കടുപ്പമാണ് എൻ്റെ സഹോദരന്മാരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വിഷയത്തിൻ്റെ കടുപ്പമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇലയ്യൽ മസീർ, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം കേട്ടോ. എന്ത് ചെയ്തു? ഈ ആയത്തിനെ അല്ലാഹു തആല ഈ ആയത്തിന് പരിസമാപ്തി കുറിക്കുന്നത് ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താ ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം? ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിൽ നിങ്ങൾ പങ്കുകാരച്ച് വെക്കരുത്. 2, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കണം. ഇലയ്യൽ മസീർ, നിങ്ങൾ വരുന്നത് എൻ്റെ അരികിലേക്കാണ്. ആരൊക്കെയാണ് മാതാപിതാക്കളോട് കരുണ കാണിച്ചത്? ആരൊക്കെയാണ് മാതാപിതാക്കളെ ആദരിച്ചത്? അവർക്ക് സ്നേഹം കൊടുത്തത്, അവർക്ക് ബഹുമാനം കൊടുത്തത്, അവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തത് എനിക്കറിയാം. അങ്ങനെ ചെയ്തവരുണ്ടല്ലോ, അവരെൻ്റെ അരികിലേക്കാണ് വരുന്നത്. അവർക്കെമ്പാടും സന്തോഷങ്ങൾ ഞാൻ കൊടുക്കുന്നതാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇല്ല, ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ അവഗണിച്ചവരുണ്ടല്ലോ, അവരെ മഹബത്ത് വെക്കാത്തവരുണ്ടല്ലോ, അവർക്ക് സ്നേഹം കൈമാറാത്തവരുണ്ടല്ലോ, ഒരു കാര്യം അവരോർക്കട്ടെ, ഇലയിൽ മസീർ, എന്നിലേക്കാണ് മടക്കമെന്ന കാര്യം മറക്കണ്ട. ഞാൻ പിടിച്ച് കുടയുക തന്നെ ചെയ്യുന്നതാണ്. നോക്കൂ നിങ്ങൾ, വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മൾ ഇവിടെയൊക്കെ ഉൾക്കൊള്ളേണ്ടത്. എങ്കിൽ മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അതനുസരിക്കണോ? അവരെന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളണോ? അല്ലാഹ് പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമ ഫലാ തുതിഉഹുമാ. അതേ, നിനക്കറിവില്ലാത്ത വല്ലതിനെയും എന്റെ പങ്കാളിയാക്കാൻ അവർ നിന്നോട് നിർബന്ധിക്കുകയാണ്, നിന്നോട് നിർബന്ധിക്കുകയാണ്. എന്തേ? ശിർക്ക് ചെയ്യണമെന്ന് നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയുകയാണ്, ബിദ്അത്തിലേക്ക് ചേക്കേറണമെന്നു നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയുകയാണ്, യജമാനനെ ഇഷ്ടമില്ലാത്തത് നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിക്കുകയാണ്. വേണ്ട, ഫലാ തുതിഉഹുമാ, ആ വിഷയത്തിൽ അവരെ വഴിപ്പെടേണ്ടതില്ല. ആ വിഷയത്തിൽ അവരെ വഴിപ്പെടേണ്ടതില്ല. അതേ സമയത്ത് വസാഹിബ്ഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഈ ദുനിയാവിൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അത് മുസ്ലിം അല്ലാത്ത മാതാപിതാക്കളാണെങ്കിലും ദുനിയാവിൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറേണ്ടതാണ്. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, അതേ സമയത്ത് ആദർശത്തിന്റെ വിഷയത്തിലോ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുണ്ട്. അതേ, അവരുടെ മാർഗമാണ് നീ പിന്തുടരേണ്ടത്. സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സുമ്മ ഇലയ്യ മർജിഉകും, ഓ മനുഷ്യരെ, എന്നിലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം.
ഫഉനബ്ബിയുക്കും, ആ സമയത്തു നിങ്ങൾ എൻ്റെ അരികിൽ വന്നാൽ ഫഉനബ്ബിയുക്കും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതെന്തൊക്കെയാണ്. മാതാപിതാക്കളെ അനുസരിച്ചിട്ടുണ്ടോ, അവരെ വെറുപ്പിച്ചിട്ടുണ്ടോ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കാരണത്താൽ നിങ്ങളുടെ ഉമ്മായുടെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ടോ, മകനെന്ന നിലയിൽ അതേ നിങ്ങളുടെ പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ കാരണമായി നിന്റെ ഉപ്പ വേദനിച്ചിട്ടുണ്ടോ. ഫഉനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ, എന്തൊക്കെ നിങ്ങളിൽ സംഭവിച്ചു എല്ലാം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നതാണോ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ്. വീണ്ടും പടച്ച റബ്ബിന്റെ മടക്കത്തെക്കുറിച്ചും അള്ളാഹുവിലേക്കുള്ള മടക്കത്തെക്കുറിച്ചും നിങ്ങൾ എന്നിലേക്കാണ് വരുന്നത് എന്നുമാണ് ഈ ആയത്തിന്റെ അവസാനത്തിലും അള്ളാഹു തആല ത്വര്യപ്പെടുത്തുന്നത്. മാതാപിതാക്കളോട് കരുണയുള്ളവരും മഹബ്ബത്തുള്ളവരുമായി മാറുക. വസ്സൈനൽ ഇൻസാന, ഈ വിഷയം മനുഷ്യരോടാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വരുന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഹരിമത് ഫഉത്ഇമുഹാ ബിയദി വഉസ്ഖീഹാ വഉവള്ളിഉഹാ വഅഹ്മിലുഹാ അലാ ആതിഖി ഫഹൽ ജാസൈതുഹാ ഹഖ്ഖഹാ. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ, ഇന്ന ഉമ്മി, എൻ്റെ ഉമ്മ, ഹരിമത്, വാർദ്ധക്യ ദിശയിലാണ് നബിയേ, വയസ്സായിട്ടുണ്ട്. ഫഉത്ഇമുഹാ ബിയദി, എൻ്റെ ഈ കൈകളെ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാന്റെ വായയിലേക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ്. എൻ്റെ കൈകളെ കൊണ്ട് ഉമ്മാന്റെ വായക്കകത്തേക്ക് ഞാൻ ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൈകളെ കൊണ്ട് എൻ്റെ ഉമ്മാന്റെ വായക്കകത്തേക്ക് ഞാൻ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയെ ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട്, ശുദ്ധിയാക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. ഉമ്മ ധരിച്ച വസ്ത്രങ്ങളൊക്കെ വെടിപ്പാക്കി കൊടുക്കുന്നുണ്ട്. പോരാ, ഞാൻ എൻ്റെ ചുമലിലിട്ടിട്ട് ഉമ്മാക്ക് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് നബിയേ. ഇങ്ങനെയൊക്കെ എൻ്റെ ഉമ്മയോട് കാണിക്കുന്ന ഞാൻ ഫഹൽ ജാസൈതുഹാ ഹഖ്ഖഹാ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് വീട്ടിയവനാണോ നബിയേ? എന്തൊക്കെയാ ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ഒന്ന് ഓടിച്ചെന്നിട്ട് ഉമ്മ സുഖല്ലേ എന്ന് ചോദിച്ചിട്ട് തിരിച്ചു പോരുന്ന സ്വഭാവമല്ല. തൻ്റെ കൈകളെ കൊണ്ട് ഉമ്മായുടെ വായക്കകത്തേക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നു, ഭക്ഷണങ്ങൾ വെച്ചു കൊടുക്കുന്നു, ഉമ്മയെ കുളിപ്പിക്കുന്നു, ഉമ്മയുടെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധിയാക്കുന്നു. ഉമ്മാക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ചുമലിലിട്ടിട്ട് ആ ഉമ്മയെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയവനാണോ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ മറുപടി ഇല്ല ഇല്ല, നിന്റെ ഉമ്മാനോടുള്ള കടപ്പാട് വീട്ടിയവനല്ലെന്നു മാത്രമല്ല, വലാ വാഹിദം മിൻ മിആ, 100ൽ ഒരു ഭാഗം പോലും ചെയ്തവനല്ല നീ. 100ൽ ഒരു ഭാഗം പോലും നിന്റെ മാതാപിതാക്കളോടുള്ള കടപ്പാട് തീർത്തവനല്ല നീ. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, വലിമ യാ റസൂലല്ലാഹ്, എന്തേ നബിയെ അങ്ങനെയൊക്കെ അവിടുന്ന് പറയാൻ കാരണം? എന്തേ ഇങ്ങനെ പറയാൻ കാരണം? ഈ രൂപത്തിൽ എൻ്റെ ഉമ്മാക്കു വേണ്ടി ഞാൻ ത്യാഗങ്ങൾ സഹിക്കുകയാണ്, എൻ്റെ ഉമ്മയെ ഞാൻ പരിപാലിക്കുകയാണ്, എന്നിട്ടും 100ൽ ഒരു ഭാഗവും ആയിട്ടില്ല എന്നാണല്ലോ അവിടുന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ മറുപടി ശ്രദ്ധിക്കുക. ലി അന്നഹാ ഖദമതുക ഫീ വഖ്തി ളുഫിക മുരീദത ഹയാതിക വഅൻത തഖ്ദിമുഹാ മുരീദൻ മമാതഹാ. ശരിയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്ന് നീ മറന്നു പോകരുത്. എന്തേ അത്?
ലിഅന്നഹാ ഖദമതുക ഫീ വഖ്തി ളുഫിക, നീ ദുർബലനായ സന്ദർഭം ആ സമയത്ത് നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നതാണ് നിന്റെ ഉമ്മ. അതേ, നിന്റെ വായക്കകത്തേക്ക് ഭക്ഷണം വെച്ചു തന്നു, നിന്റെ വായക്കകത്തേക്ക് വെള്ളം വെച്ചു തന്നു. നീ മലമൂത്ര വിസർജനങ്ങൾ നടത്തുമ്പോൾ യാതൊരു വിഷമവും കൂടാതെ അതൊക്കെ ശുദ്ധിയാക്കി വൃത്തിയാക്കി ഈ രൂപത്തിൽ നിനക്ക് വേണ്ടി സഹിച്ചു. ആ സമയത്ത് ഉമ്മാന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എന്താണത്? മുരീദത്ത ഹയാത്തിക, എൻ്റെ കുഞ്ഞുമോൻ ജീവിതത്തിലേക്കൊന്ന് പിച്ച വെച്ചു വന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുമോൻ ജീവിതത്തിലേക്കൊന്നു കടന്നു വന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും സന്തോഷത്തോടുകൂടെ നോക്കിക്കണ്ടുകൊണ്ടാണ് ഉമ്മ അത് ചെയ്തത്. നിന്റെ ഓരോ വളർച്ചയെയും ആ ഉമ്മ എത്ര കൗതുകത്തോടു കൂടെയാണ് നോക്കിക്കണ്ടത്. നിനക്ക് പല്ല് വരുന്നുണ്ടോ? അതെ, ആ പല്ല് വളരുന്നതിനെ കുറിച്ച് ആകാംക്ഷയോടുകൂടെ നോക്കുകയാണ്. നിന്റെ ശരീരത്തിൻ്റെ ഓരോ വികാസത്തെക്കുറിച്ചും ഓരോ വളർച്ചയെക്കുറിച്ചും നിന്റെ ചെയ്തികളെക്കുറിച്ചും എത്ര വലിയ സന്തോഷത്തോടു കൂടെയാണ് ആ ഉമ്മ നോക്കിക്കണ്ടത്. അതേ സമയത്ത് അങ്ങനെയാണ് നിനക്കൊന്നിനും കഴിയാത്ത ഘട്ടത്തിൽ നിനക്ക് വേണ്ടതൊക്കെ ഉമ്മ ചെയ്തു തന്നത്. അതേ സമയത്തു നീ ഉമ്മാക്ക് പകരം ഈ രൂപത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷേ നിന്റെ മനസ്സിലുള്ളത് എന്താണ്? വഅന്ത തഖ്ദിമുഹാ മുരീദൻ മമതഹാ, ഉമ്മ മരിക്കാൻ പോവാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന കണ്ടീഷനിലാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണല്ലോ നീ ഉമ്മാക്ക് ഖിദ്മ ചെയ്യുന്നത്. ഏത് നിമിഷത്തിലും എൻ്റെ ഉമ്മ മരിച്ചു പോയേക്കാം എന്ന ഒരു അവസ്ഥയാണ് നിന്റെ മനസ്സിലുള്ളത്. അപ്പോ ആ മരിക്കുന്നത് വരെ അല്ലേ ഉള്ളൂ എന്ന ഒരു രൂപത്തിൽ നീ ഇങ്ങനെ ചെയ്യുകയാണ്. അതേ സമയത്ത് ഉമ്മ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് നിന്റെ ഈ രൂപത്തിലുള്ള ഇടപെടലുകളെങ്കിൽ, നീ ജീവിതത്തിലേക്ക് വരുന്ന സമയത്താണ് ഉമ്മാന്റെ ഇടപെടലുണ്ടായത്. ആയതുകൊണ്ട് തന്നെ അതും ഇതും ഒരേ രൂപത്തിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ ആശ്വസിപ്പിക്കുന്നു. വലാകിന്നക അഹ്സൻത വല്ലാഹു യുസീബുക അലൽ ഖലീലിൽ കസീർ, എങ്കിലും നീ നല്ലത് ചെയ്തവനാണ്. വലാകിന്നക അഹ്സൻത, നീ വളരെ നല്ലത് ചെയ്തവനാണ്. വല്ലാഹു യുസീബുക, പടച്ച റബ്ബ് നിനക്ക് പ്രതിഫലം നൽകുന്നതാണ്. അലൽ ഖലീലിൽ കസീർ, നിന്നിൽ നിന്ന് സംഭവിച്ച ഈ ചെറിയ സേവനങ്ങൾ കണ്ടോ, ഈ ചെറിയ സേവനങ്ങൾ അത് പടച്ച റബ്ബ് വലുതായി പരിഗണിക്കുകയും അങ്ങനെ നിനക്കവൻ നന്മ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് മറുപടി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആലോചിക്കണം, നമ്മൾ എവിടെയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാട് നമ്മൾ തീർത്തത്? ഇന്നിൻ്റെ ലോകത്തിൻ്റെ ചുറ്റുപാടുകളും അവസ്ഥകളും നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഏതു ഗ്രഹാന്തരീക്ഷങ്ങളിലും സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ്. ഏതു സമയത്തും ഉപ്പയും മകനും, അതേ പ്രകാരം ഉമ്മയും മകനും പൊട്ടിത്തെറിക്കാൻ അടുത്തു നിൽക്കുന്ന രൂപത്തിലാണ്. വിഷയമെന്താ? വളരെ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഉമ്മയെ മറന്നു പോവുകയാണ്, ഉപ്പയെ മറന്നു പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ചില സംഗതികളുണ്ട്. നമ്മുടെ വയസ്സായ ഉമ്മയാണ്, എത്ര ചെയ്തു കൊടുത്താലും കുറ്റം ബാക്കിയായിരിക്കും മക്കൾക്ക്. അത് ആ സന്ദർഭത്തിൻ്റെ അവസ്ഥയാണ്. എത്ര നമ്മൾ ഒരു പക്ഷെ ചെയ്തു കൊടുക്കുന്ന മക്കൾ തന്നെയാണ്, ഉമ്മയെയും ഉപ്പയെയും ശ്രദ്ധിക്കുന്നവർ തന്നെയാണ്. പക്ഷേ എന്നാലും ഇല്ല, പോരാ എന്ന അവസ്ഥയാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അത് ആ സമയത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. അതേ ആ ദുർബലതയിലേക്കാണ് ഞാനും പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര സ്നേഹം കൊടുത്താലും മതി വരാത്ത ഒരു സമയമാണ്. വയസ്സായ ഉമ്മ വീട്ടിലുണ്ട്. ആ വീട്ടിലേക്കൊന്ന് കയറി ചെന്ന് ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു സലാം പറഞ്ഞു. എൻ്റെ ഉമ്മാക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞു
തൻ്റെ മകൻ ആ ഉമ്മാന്റെ മുർദാവിലൊന്ന് കൈവച്ച് തൻ്റെ ഉമ്മയുടെ പുറത്തൊന്ന് ഒഴിഞ്ഞുകൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ് എൻ്റെ സഹോദരന്മാരെ. പക്ഷേ ഇതിനുള്ള ഒരു വിശാലമായ മനസ്സ് കാണിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോവുകയാണ്. പലപ്പോഴും പല വയസ്സായ ഉമ്മമാരും ഉപ്പമാരും അവരുടെയൊക്കെ വീടുകൾക്കുള്ളിൽ ടൈൽസുകളെ പേടിച്ച് നിൽക്കുകയാണ്, മാർബിളിനെ പേടിച്ച് കഴിയുകയാണ്. ഈ രൂപത്തിലല്ലേ അവർ കഴിയുന്നത്? ചുമരിൽ തൊടാൻ പറ്റില്ല, മാർബിലൊന്നും തുപ്പാൻ പറ്റില്ല ഇല്ലേ? ഇങ്ങനെ ഇതിനെയൊക്കെ പേടിച്ചുകൊണ്ട്, ചുമരുകളെയും മാർബിളുകളെയും പേടിച്ചുകൊണ്ട് എത്രയെത്ര ഉമ്മമാരും ഉപ്പമാരും സ്വന്തം മകന്റെ വീടുകൾ ജയിലറുകളായി കഴിയുന്നുണ്ട്. ഇത് നമ്മൾ മറക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരന്മാർ ചിന്തിക്കണം. ഏതാണ് ഈ മനുഷ്യൻ? തനിക്ക് ജന്മം നൽകിയ ഉപ്പയാണ്, ഉമ്മയാണ്. തനിക്കു ജന്മം നൽകിയ ഉമ്മയും ഉപ്പയുമാണ്. അതെ, ഈ കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. മാതാപിതാക്കളോട് എത്ര സ്നേഹം കൊടുത്താലും എത്ര ആദരവുകൾ കൊടുത്താലും ഇല്ല, മതിയാകുന്നതല്ല. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വയസ്സായ ഉമ്മമാരുണ്ടാകുമ്പോൾ അവരുടെ അരികിലേക്ക് ചെന്നു സലാം പറഞ്ഞു, ക്ഷീണിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ കാല് തടവിക്കൊടുത്ത്, അവരുടെ മുർദാവിൽ കൈവച്ച്, അവരുടെ പുറത്ത് ഒഴിഞ്ഞുകൊടുത്ത്, ഈ രൂപത്തിലുള്ള ഒരു സ്നേഹ കൈമാറ്റം നമ്മിൽ നിന്നുണ്ടാകേണ്ടതാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, പലപ്പോഴും മരണപ്പെട്ടു പോയല്ലോ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഇങ്ങനെ വേദനയുള്ള ആളുകളുണ്ട്. പരിഹാരം എന്താണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ അസ്സലാത്തിൽ ഖംസ, 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ, 5 വഖ്ത് നിസ്കാരം അവൻ കൃത്യമായി അനുഷ്ഠിക്കുന്നുണ്ട്, ഫഖദ് ശകറല്ലാഹ, അവൻ അല്ലാഹുവോട് നന്ദി കാണിക്കുന്നവനാണ്. 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ അവന്റെ സൃഷ്ടാവിനോട് നന്ദി കാണിക്കുന്നവനാണ്. വമൻ ദഅാലി വാലിദൈഹി ഫീ അദ്ബാരി സ്വലാത്തിൽ ഖംസ്, 5 വഖ്ത് നിസ്കാരത്തിന്റെയും ശേഷം തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരാൾ, ഫഖദ് ശകറ വാലിദൈഹി, തൻ്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നവനാണ്. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബരിഹി, മരണപ്പെട്ടു പോയ തൻ്റെ പിതാവ്, ആ പിതാവിനോട്, അതെ, പിതാവിൻ്റെ മാനസിക പൊരുത്തം കിട്ടണം. അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ജീവിതകാലത്ത് പിതാവുമായി അടുത്ത് ബന്ധമുള്ളവരും പിതാവിൻ്റെ ഇഷ്ടക്കാരുമായ ആളുകൾ ആരൊക്കെയുണ്ടോ അവരുമായി ആ സൗഹൃദം നിലനിർത്തണം. അതേ പ്രകാരം തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഇല്ല, അവരുടെ ജീവിതകാലത്ത് വേണ്ട രൂപത്തിൽ അവരെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മകൻ എന്തു ചെയ്യട്ടെ? ഫല്യസ്തഗ്ഫിർ ലഹുമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ. വയതസദ്ദഖ് ലഹുമാ, ആ മാതാപിതാക്കളുടെ ഖബറിലുള്ള വിശാലതയ്ക്കു വേണ്ടി അവർ സദഖ ചെയ്യട്ടെ. ഹത്താ യക്തുബ ബർറൻ ലിവാലിദൈഹി, ഇങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കളോട് ഗുണം ചെയ്തവനായി അവനെ പരിഗണിക്കുന്നതാണ്. വമൻ സാറ ഖബ്റ അബവൈഹി, അതേ, തൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരാളുടെയോ ഖബർ ഒരാൾ സന്ദർശിക്കുകയാണ്. ഫീ കുല്ലി ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅ നിസ്കാരം കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ ഖബർ സന്ദർശിക്കുന്ന ഒരാൾ കാന ബർറാ, അവൻ മാതാപിതാക്കളോട് ഗുണം ചെയ്തവനായി പരിഗണിക്കുന്നവനാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്തവനായി അവനെ പരിഗണിക്കുന്നതാണ്. ഇത് ചില്ലറ വിഷയമല്ല, ചില്ലറ വിഷയമല്ല ഇത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കാതെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്,
റളിയല്ലാഹു അൻഹു പറയാ, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. ഈ പറയാൻ പോകുന്ന വാചകം എൻ്റെ സഹോദരന്മാർ ശരിക്ക് ശ്രദ്ധിക്കുക. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ആര് പറയുന്നു? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ പറയുന്നത്? ലൗലാ അന്നി അഖാഫു അലൈക്കും തഗയ്യുറൽ അഹ്വാലി അലൈക്കും ബഅദി ലഅമർതുക്കും അൻ തശ്ഹദൂ ലി അർബഅതി അസ്നാഫിൻ ബിൽ ജന്ന. എൻ്റെ കാലശേഷം നിങ്ങളിൽ ഫിത്നകൾ വർദ്ധിച്ചു, അഥവാ നിങ്ങൾ വഴിതെറ്റി പോകുകയില്ലായിരുന്നുവെങ്കിൽ 4 വിഭാഗം ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് നിങ്ങളോട് സാക്ഷി നിൽക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഥവാ 4 വിഭാഗം ആളുകൾ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം. അങ്ങനെ നിങ്ങളോട് സാക്ഷി നിൽക്കാൻ വേണ്ടി ഞാൻ പറയായിരുന്നു, കൽപ്പിക്കുമായിരുന്നു. എന്തേ കൽപ്പിക്കാതെ പോയത്? അതെങ്ങാനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു 4 വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. എനിക്കെന്തായാലും സ്വർഗമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും പിന്നെ നിങ്ങൾ തോന്നിയ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യും. അത് ഭയന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന നടക്കാതെ പോയത് എന്നും പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അവലുഹും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ നിന്ന് ഒന്നാമത്തത് ആരാണ്? സ്വർഗമുണ്ട് അവർക്ക് എന്ന് നിങ്ങൾ സാക്ഷി നിന്നോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരാണ്? ഇംറഅത്തുൻ, അതൊരു പെണ്ണാണ്. വഹബത്തു സദാഖഹാ ലിസൗജിഹാ, തൻ്റെ മഹ്ർ ഭർത്താവിന് കൊടുക്കുന്നു. അവൾ തനിക്കു കിട്ടിയ മഹർ ഭർത്താവിന് കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? ലി അജലില്ലാഹി തആല, തനിക്ക് വീട് വെക്കണം, അതിന് സ്ഥലം വാങ്ങണം, എത്രയും പെട്ടെന്ന് ഈ ഇടങ്ങേറിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം, ഒന്ന് സ്വതന്ത്രമാകണം, അതിന് മഹർ പോയാലും വേണ്ടില്ല. ഈ രൂപത്തിൽ കൊടുത്തതല്ല. നോക്കൂ നിങ്ങൾ, പിന്നെ എന്തിനു കൊടുത്തു? ലി അജലില്ലാഹി തആല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി. അതേ, നിനക്ക് വീട് വെക്കാൻ സ്ഥലം, ആ പെണ്ണിന് വീട് വെക്കാൻ സ്ഥലത്തിനു വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ അത് ഊരിക്കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ മനസ്സിലുള്ളത് എന്താണോ? എൻ്റെ അത്താണി എൻ്റെ ഭർത്താവാണ്. അതെ റബ്ബേ, ഞാനിത് കൊടുക്കുന്നത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവിടെ നിന്റെ വീടും നിന്റെ സ്ഥലവുമല്ല മനസ്സിലുള്ളത്, അള്ളാഹുവിൻ്റെ പൊരുത്തം. അങ്ങനെയാണ് കൊടുത്തതെങ്കിൽ കഴിഞ്ഞില്ല. വസൗജുഹാ റാളിൻ, ഒരു നിബന്ധനയും കൂടെ പറഞ്ഞു അവിടുന്ന്. വസൗജുഹാ റാളിൻ, തൻ്റെ ഭർത്താവ് ആ ഭാര്യയോട് പൂർണ്ണമായും സംതൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, ആ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്വഭാവമില്ലാത്ത പെണ്ണാണ്. ആ പെണ്ണിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലെ വല്ലതും തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് വന്നതിൻ്റെ ശേഷമുണ്ടായ വല്ല സംഭവങ്ങളും ഭർത്താവ് അറിയുകയാണെങ്കിൽ അവളോട് പിണങ്ങുകയോ അവളെ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ളവളല്ല. വസൗജുഹാ റാളിൻ, അവളുടെ ഭർത്താവും അവളും തമ്മിലില്ല അത്തരത്തിലുള്ളതൊന്നും പറയാനില്ല. പരസ്പരം നല്ല സന്തോഷത്തിൽ കഴിയുന്ന ദമ്പതിമാരാണ്. ഇങ്ങനെ കഴിയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടെന്ന് അതേ നിങ്ങൾക്കു സാക്ഷി നിൽക്കാം. 2, അത് പുരുഷന്മാരാകുന്ന നമ്മെക്കുറിച്ചാണ്. ذو عيال كثير يجتهد في المعيشة لأجلهم حتى يطعمهم الحلال. ഒരു കുടുംബനാഥനാണ്. എന്താണ് അദ്ദേഹം? യജ്തഹിദു ഫിൽ മഈശത്തി, തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയാണ്. ഏതു ഭക്ഷണം? ലി അജലിഹിം ഹത്താ യുത്ഇമുഹുമുൽ ഹലാല, ഹലാലായ ഭക്ഷണം എൻ്റെ മക്കൾക്കു കിട്ടണം, ഹലാലായ ഭക്ഷണം എൻ്റെ ഭാര്യക്കു കിട്ടണം എന്നു കരുതിയിട്ട് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബനാഥൻ, അതേ ആ കുടുംബനാഥനും
അല്ലാഹുവിൻ്റെ സ്വർഗമുണ്ടെന്ന് നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം. മൂന്നാമത്തെ വിഭാഗം അത്തായിബു മിനദ്ദംബി അലാ അല്ലാ യഊദ ഇലൈഹി അബദാ കല്ലബനി ലാ യഊദു ഇലത്തദിയ്. മൂന്നാമത്തെ വിഭാഗം തൗബ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. തൗബ ചെയ്യുന്ന മനുഷ്യനാണ്. ഏത് തൗബയാണ്? കാക്കത്തൗബയല്ല. പണ്ടുകാലങ്ങളിലൊക്കെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. വല്ലപ്പോഴും വല്ല അനർത്ഥങ്ങളും ചെയ്യുകയാണെങ്കിൽ തൗബ ചെയ്യാമല്ലോ എന്ന ഒരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടായിരുന്നു. ഇന്നത്തെ യുവചേതനയുടെ മനസ്സ്, ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ചിന്ത പോലുമില്ലാതെ പോവുകയാണ്. എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് ഏതു മനുഷ്യനാണ്? ചെറുപ്പക്കാരനാണ്. തൗബ ചെയ്യുന്നു അവൻ. ഏത് രൂപത്തിലുള്ള തൗബയാണ്? അലാ അല്ലാ യഊദ ഇലൈഹി അബദാ. അവനിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുണ്ടല്ലോ, ആ തെറ്റിലേക്ക് ഇല്ല, അവൻ ഒരിക്കലും തന്നെ മടങ്ങിപ്പോകുന്നതല്ല. ഒരിക്കലും ആ തെറ്റിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നതല്ല. ഏത് രൂപത്തിൽ? കല്ലബനി ലാ യഊദു ഇലത്തദിയ്. മുലയിൽ നിന്ന് കറന്നെടുത്ത പാല്, ആ പാല് വീണ്ടും ആ മുലയിലേക്കു തന്നെ തിരിച്ചു ചെല്ലാത്തതുപോലെ, അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകിടിലേക്കു തന്നെ തിരിച്ചു ചെല്ലാത്തതുപോലെ ഇല്ല, ആ ദോഷത്തിലേക്ക്, പാപത്തിലേക്കു പിന്നെ ഇവൻ തിരിച്ചു പോകുന്നതല്ല. ഈ രൂപത്തിൽ ഉറച്ച മനസ്സോടുകൂടെ പടച്ച റബ്ബിന്റെ മുൻപിൽ തൗബ ചെയ്ത ഒരാൾ, അതേ, ആ തൗബ ചെയ്ത വ്യക്തിക്കും അല്ലാഹുവിൻ്റെ സ്വർഗമുണ്ട്. അതിനു നിങ്ങൾക്കു സാക്ഷി നിൽക്കാമെന്ന് റസൂലുള്ള പറയുന്നു. നാലാമത്തെ വിഭാഗമാരാണ്? അതേ, നാലാമത്തെ വിഭാഗം അൽ ബാറും ബിവാലിദൈഹി. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നവനാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നവനാണ്, അവർക്ക് നന്മ ചെയ്യുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതേ, മാതാപിതാക്കളുടെ മനസ്സിന്റെ പൊരുത്തം സമ്പാദിക്കുകയും അവർക്കു വേണ്ട ഖിദ്മകൾ ചെയ്തു കൊടുക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ തുബാ ലിമൻ ബർറ ബിവാലിദൈഹി, തുബാ ലിമൻ ബർറ ബിവാലിദൈഹി. അല്ലാഹുവിന്റെ റസൂൽ ഈ നാലാളുകളെയും എണ്ണിപ്പറഞ്ഞതിന്റെ ശേഷം പറയുന്നു, തുബാ ലിമൻ ബർറ ബിവാലിദൈഹി. സന്തോഷങ്ങളായ സന്തോഷങ്ങൾ മുഴുവനും, സന്തോഷങ്ങളായ സന്തോഷങ്ങൾ മുഴുവനും അതേ, അതാർക്കുള്ളതാണ്? ബർലിമൻ ബർറ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവർക്കുള്ളതാണ്. ഈ സ്വർഗസ്ഥരായ, സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ള പറഞ്ഞ നാലാളുകളെ പറഞ്ഞതിന്റെ ശേഷം തുബാ ലിമൻ ബർറ ബിവാലിദൈഹി, അവിടുന്ന് പറയുന്നു, സന്തോഷങ്ങളായ സന്തോഷങ്ങൾ മുഴുവനും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവർക്കുള്ളതാണ്. ഒന്നുകൂടെ അവിടുന്ന് പറഞ്ഞു, വവൈലുൻ ലിമൻ അഖഹുമാ, വവൈലുൻ ലിമൻ അഖഹുമാ. നാശങ്ങളായ നാശങ്ങൾ മുഴുവനും, നാശങ്ങളായ നാശങ്ങൾ മുഴുവനും ലിമൻ അഖഹുമാ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവർക്കാണ്. ഈ നാല് സംഭവങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയം മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം. അവരുടെ മനസ്സിൻ്റെ വെറുപ്പ്, അവരുടെ മനസ്സിൻ്റെ വെറുപ്പ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ്, സാരമായി ബാധിക്കുകയാണ്. മഹാനായ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ സഫറു, അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഫനസലൂ ബരിയത്തൻ, അവരൊരു വിജനമായ സ്ഥലത്ത് താമസിക്കുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് അന്നത്തെ രാത്രി അവിടെ താമസിക്കാമെന്ന് കരുതുകയാണ്. അങ്ങനെ ഫലമ്മാ ഫസമിഉ നഹീഖ ഹിമാരിൻ, അന്നത്തെ രാത്രി ആ സംഘമാളുകൾ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോ രാത്രിയായ സമയത്ത് അതാ അവർ കേൾക്കുന്നു, എന്താണ്? കഴുതയുടെ അലർച്ച കേൾക്കുന്നു. ഒരു കഴുത ഇങ്ങനെ കരയുന്നുണ്ട്. ഹത്താ അസ്ഹറഹും, ആ കഴുതയുടെ
അലർച്ച കാരണമായി അവർക്കൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആ രൂപത്തിലുള്ള അലറലാണ് കേൾക്കുന്നത്. അങ്ങനെ അതാ ഫലമ്മാ സുബഹു, നേരം പുലരുകയാണ്. നളറു, ചുറ്റുവട്ടങ്ങളും അവർ നോക്കുകയാണ്. എവിടെ നിന്നാണ് നമ്മൾ ഇന്നലത്തെ രാത്രിയിൽ ഒരു കരച്ചിൽ കേട്ടത്? കഴുതയുടെ നിലവിളി കേട്ടല്ലോ. എവിടെയാണ്? ഒരു കഴുതയെയും കാണുന്നില്ലല്ലോ. അതെ, അങ്ങനെ അവരിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഫറഔ ബൈതം മിൻ ശഅരിൻ ഫീഹി അജൂസുൻ, അതാ ഒരു കിളവിയായ ഉമ്മയെ കാണുന്നു. കിളവിയായ ഒരു ഉമ്മയെ കാണുകയാണ്. ആ ഉമ്മയോട് ചോദിക്കുകയാണ്, ഇവിടെയൊന്നും കഴുതയെ കാണുന്നില്ലല്ലോ. ഇന്നലത്തെ രാത്രിയിലാണെങ്കിലോ വലിയ കഴുതയുടെ കരച്ചിൽ കേട്ടല്ലോ. ആ ഉമ്മയുടെ മറുപടി, അതേ, ഫഖാലത് ദാക ബിനി, നിങ്ങൾ ആ കേട്ടത് എൻ്റെ മകൻ്റെ നിലവിളിയാണ്. എൻ്റെ മകനാണ് ആ കരയുന്നത്. സംഭവം എന്തേ? കാന യഖൂലു ലീ, എൻ്റെ മകൻ എന്നോട് പറയുമായിരുന്നു, യാ ഹിമാറാ, എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോൻ എന്നോട് പറയും, ഓ കഴുതേ, ഓ കഴുതേ എന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞപ്പോ കുറേയൊക്കെ ഞാൻ ക്ഷമിക്കുകയാണ്. പക്ഷേ എനിക്ക് വേദന വന്നു. ഒരു സമയം ഞാൻ പറഞ്ഞുപോയി, റബ്ബേ, ഇവനെ നീ ഒരു കഴുതയാക്കണേ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അവൻ അങ്ങനെ ആവണമെന്ന് കരുതി പറഞ്ഞതല്ല. പക്ഷേ എൻ്റെ മകൻ മരണപ്പെടുന്നു, അവൻ കഴുതയായി മാറുന്നു. ഇപ്പോൾ അവൻ്റെ ഖബറിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി സമയത്ത് കഴുതയുടെ അലർച്ച കേൾക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ ഇത്? നമ്മൾ ഓർക്കേണ്ടതല്ലേ ഇത്? മനസ്സിലാക്കേണ്ടതല്ലേ ഇത്? ഉമ്മമാരുടെ ഉപ്പമാരുടെ മനസ്സിൻ്റെ നീറ്റൽ അതുമതി നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ തടസ്സം നിൽക്കാൻ. മഹാനായ അൽഖമത്തു റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാവുന്നതല്ലേ? മഹാനായ സഹാബി വര്യനാണല്ലോ, മരണം ആസന്നമായല്ലോ. ആ സമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, കലിമ ചൊല്ലാൻ നാവ് വഴങ്ങുന്നില്ലല്ലോ. ഉടനെ അള്ളാന്റെ റസൂലിന്റെ അരികിൽ പ്രശ്നമെത്തുകയാണല്ലോ. നബിയെ, നമ്മുടെ അൽഖമയുടെ അവസാന സമയമാണ്, കലിമ ചൊല്ലിക്കൊടുത്തിട്ട് കലിമ ചൊല്ലുന്നില്ല. ഏതു പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ അറിയുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ചോദിക്കുന്നു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? മറുപടി വന്നു, ജീവിച്ചിരിപ്പുണ്ട്. കഴിയുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. കഴിയുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. ആ ഉമ്മ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളും നിങ്ങളുടെ മകനും എങ്ങനെയാണ്? ആ ഉമ്മ പറഞ്ഞല്ലോ, നബിയെ, എൻ്റെ മകൻ നല്ലവനാണ്, എമ്പാടും നിസ്കരിക്കുകയും സദഖ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവനാണ്. അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ മകനോട് നിങ്ങളുടെ മനസ്സിൽ വല്ല വിഷമവും ഉണ്ടോ? ഉമ്മ പറഞ്ഞല്ലോ, ഉണ്ട് നബിയേ, ഒരു ചെറിയ വിഷമമുണ്ട്. അവൻ്റെ ഭാര്യയെ പരിഗണിക്കുന്നു, എന്നെ അവഗണിക്കുന്നു. ഭാര്യയെ പരിഗണിക്കുന്നു, എന്നെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല. അതെനിക്കൊരു വിഷമമായി തോന്നുകയാണ്. അതേ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? ഉടനെ തന്നെ കൂടെയുള്ള സഹാബികളോട് അഗ്നികുണ്ടാരം തീർക്കാൻ പറഞ്ഞല്ലോ, വിറകുകളെ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. ഉമ്മ ചോദിച്ചല്ലോ, എന്തിനാണു നബിയെ വിറകുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അഗ്നികുണ്ടാരം തീർക്കുകയാണ്, അതിൽ നിങ്ങളുടെ മകനെ കരിച്ചു കളയുകയാണ്. ആഖിറത്തിൽ നിങ്ങളുടെ മകന് അഗ്നി കിട്ടാൻ പാടില്ല. അതേ, അതിൻ്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞല്ലോ, ഓ നബിയേ, ഏത് ഉമ്മാക്കാണ് ഇത് കാണാൻ കഴിയുക? ഏത് ഉമ്മാക്കാണ് ഇത് സഹിക്കാൻ കഴിയുക? റസൂലുള്ള പറഞ്ഞല്ലോ, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം. ഓ, ഞാൻ പൊറുത്തു നബിയെ, പൊറുത്തു. എൻ്റെ മകനോട് ഞാൻ പൊറുത്തു. ഇതാണ് ഉമ്മമാർ, എൻ്റെ സഹോദരന്മാരെ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്,
ഒരു കഥ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? തൻ്റെ ഉമ്മാന്റെ മാറിടത്തിലേക്ക് സ്വന്തം മകൻ അതാ കടാര കുത്തിയിറക്കുകയാണ്. കടാര കുത്തിയിറക്കിയിട്ട് ഉമ്മായുടെ കരള് പറിക്കുകയാണ്. ആ പറിച്ചെടുത്ത കരളുമായി ഓടുകയാണ്. ഒരു കയ്യിൽ കടാരയുണ്ട്, മറു കയ്യിൽ ഉമ്മാന്റെ കരളുണ്ട്. ഇതും പിടിച്ചിട്ട് മകനോടുകയാണ്. ഓടുന്നതിനിടയിൽ കല്ലിൽ തട്ടിയിട്ട് മകൻ വീണു പോവുകയാണ്. അതാ തൻ്റെ ഇടത്തെ കയ്യിലുള്ള ഉമ്മാന്റെ കരളിൽ നിന്ന് നേർത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം? മോനെ, നിനക്ക് വല്ലതും പറ്റിയോ? ഉമ്മാന്റെ കരളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ്? മോനെ, വീണപ്പോ നിനക്ക് വല്ലതും പറ്റിയോ? ഇതാണ് ഉമ്മമാര്, ഇതാണ് ഉമ്മയുടെ സ്നേഹം. അത് മനസ്സിലാക്കാൻ പലപ്പോഴും മക്കൾക്ക് കഴിയാതെ പോവുകയാണ്. ഒരു മകനും ഉമ്മാക്ക് മകനോടുണ്ടാകുന്ന സ്നേഹം ഒരു മകനും തിരിച്ച് ഉമ്മയോടുണ്ടാകുന്നതല്ല. ഉമ്മാക്ക് ഇങ്ങോട്ടുണ്ടാകുന്ന സ്നേഹം ഒരു മകനും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല. സ്നേഹം മുകളിൽ നിന്ന് താഴോട്ടൊഴുകുകയാണ്, അടിയിൽ നിന്ന് മുകളിലോട്ടൊഴുകുന്നതല്ല. ഇതുകൊണ്ടാണ് മുമ്പ് നാം പറഞ്ഞതുപോലെ ഒരു ഉമ്മാന്റെ അരികിൽ തൻ്റെ മകൻ രോഗിയായി കിടക്കുകയാണ്. ആ മകനെ പരിപാലിക്കുന്നത് ഉമ്മയാണ്, ശുശ്രൂഷിക്കുന്നത് ഉമ്മയാണ്, ശരീരം വൃത്തിയാക്കുന്നത് ഉമ്മയാണ്, എല്ലാ ഹിദ്മകളും ചെയ്തു കൊടുക്കുന്നത് ഉമ്മയാണ്. ആ ഉമ്മ ഇത് 1 2 ദിവസമല്ല, വർഷങ്ങൾ തുടരുകയാണ്. അതേ, ഈ സാഹചര്യത്തിൽ എൻ്റെ സഹോദരന്മാരെ, ഒരു ഉമ്മ പറയില്ല എൻ്റെ മകനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ മകനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരു ഉമ്മയും പറയില്ല. അതേ സമയത്ത് മകനാണെങ്കിലോ മകളാണെങ്കിലോ ഒരാഴ്ച നോക്കും, അല്ലെങ്കിൽ ഒരു മാസം നോക്കും, അതുമല്ലെങ്കിൽ 2 മാസം നോക്കും. പിന്നീട് മനസ്സിന്റെ അവസ്ഥ മാറും. കാണുന്നവരോട് പറയും, ഉമ്മയൊന്ന് സലാമത്താവാൻ ദുആ ചെയ്യണേ, ഉമ്മ സലാമത്താവാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉമ്മയൊന്ന് മരിച്ചു കിട്ടണം എന്നാണല്ലോ അതിൻ്റെ മറ്റൊരു താല്പര്യം. ഉമ്മയൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നാണല്ലോ അതിൻ്റെ താല്പര്യം. അതേ, അത് മക്കള് പറയുന്നു. അതേ സമയത്ത് ഒരു ഉമ്മയും തൻ്റെ മകനെ കുറിച്ച് മകളെ കുറിച്ച് ഇവനൊന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പറയുന്നതല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉമ്മ നൽകുന്ന സ്നേഹം, ഉപ്പ നൽകുന്ന സ്നേഹം അത് മക്കൾക്ക് തിരിച്ചങ്ങോട്ട് അതേ രൂപത്തിൽ കൊടുക്കാൻ കഴിയില്ല. അതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ഈ രൂപത്തിൽ പറയാനുള്ള കാരണം. അങ്ങനെ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മദാ പറയുന്നു, നബിയെ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ കൂടെയുള്ള സഹാബികളെ വിളിക്കുന്നു. ഓ ബിലാലേ, നിങ്ങളൊന്ന് പോയി നോക്കൂ, അൽഖമ കലിമ ചൊല്ലുന്നുണ്ടോ എന്ന് പോയി നോക്കൂ. ഉമ്മ നമ്മോട് വെറുതെ പറഞ്ഞതാണോ? മനസ്സുകൊണ്ടാണ് ഉമ്മ പറഞ്ഞതെങ്കിൽ അൽഖമ കലിമ ചൊല്ലുന്നതാണ്. അല്ല, നമ്മുടെ മുൻപിൽ നാവ് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അൽഖമക്ക് കലിമ ചൊല്ലാൻ കഴിയില്ല. പോയി നോക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. തൻ്റെ സഹോദരൻ മരിക്കാൻ കിടക്കുകയാണ്. ഓടുന്നു. ആ വീട്ടിലേക്ക് കയറുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു മധുരമായി ഉച്ചത്തിൽ കലിമ ചൊല്ലുന്നു. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമുക്കൊക്കെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അവരോടുള്ള കടപ്പാടുകൾ നമുക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വല്ലപ്പോഴും എൻ്റെ കാരണമായി എൻ്റെ ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടോ? ചെറുപ്പക്കാരെ, നമ്മളിത് ചിന്തിക്കണം. എൻ്റെ വർത്തമാനം മൂലമോ എൻ്റെ ഇടപെടൽ മൂലമോ എൻ്റെ ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടോ? എൻ്റെ ഉപ്പ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ?
എന്ന് ഈ നിമിഷം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മാതാപിതാക്കളുടെ പൂർണ്ണ സന്തോഷവും പൊരുത്തവും ലഭിക്കുന്ന മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. യുസ്അലുൽ വലദു അനിസ്സലാത്തി സുമ്മ അൻ ഹഖ്ഖിൽ വാലിദൈൻ. മരണപ്പെട്ടതിൻ്റെ ശേഷം ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരു മകനെന്ന നിലയിൽ ഒരു വ്യക്തിയോട് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരമാണ്. ആദ്യമായി നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സുമ്മ അൻ ഹഖ്ഖിൽ വാലിദൈനി. രണ്ടാമത് ചോദിക്കുന്നത് മാതാപിതാക്കളെ എന്തു ചെയ്തു. നിസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ വല്ല വീഴ്ചകളും വരുത്തിയിട്ടുണ്ടോ എന്ന് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നു. ആ ചോദ്യം കഴിഞ്ഞാൽ രണ്ടാമതായി ചോദിക്കുന്നത് നിന്റെ ഉമ്മയോടും ഉപ്പയോടും നീ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. കണ്ടോ നിങ്ങളെ, അതാണല്ലോ നാം തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കു നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുസരിക്കണമെന്നാണ്. എനിക്കു ഇബാദത്ത് കൊടുക്കണമെന്ന് എന്നിൽ പങ്കുകാരെ ചേർക്കരുതോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നാണ്. അതേ, ഈ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറത്തിൽ വരുന്ന സമയത്ത് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. എത്ര വഖ്ത് നിസ്കാരം, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. എല്ലാം കൃത്യമായി നിസ്കരിച്ചവനാണോ, കൃത്യമായി നിസ്കരിച്ചു വീട്ടിയവനാണോ, വല്ല നിസ്കാരവും ഇവന്റെ അക്കൗണ്ടിൽ ഖളാ ആയി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അതെ, ആ ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം സുമ്മ അൻ ഹഖ്ഖിൽ വാലിദൈനി. മാതാപിതാക്കളോടുള്ള കടമകൾ എങ്ങനെയൊക്കെയാണ് തീർത്തിട്ടുള്ളത് എന്നാണ്. അവിടെ വിജയിക്കാൻ കഴിയണം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. വതുസ്അലുൽ മർഅതു അനിസ്സലാത്തി സുമ്മ അൻ ഹഖ്ഖിസ് സൗജി. ഒരു പെണ്ണെന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ ഒരു പെണ്ണിനോട് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. ഭാര്യ എന്ന നിലയിൽ ഒരു പെണ്ണിനോട് ആദ്യമായി നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നു. രണ്ടാമത് അൻ ഹഖ്ഖിസ് സൗജി, തൻ്റെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വിട്ടിയവളാണോ എന്ന് ചോദിക്കുന്നു. വയുസ്അലുൽ അബ്ദു അനിസ്സലാത്തി സുമ്മ അൻ ഹഖ്ഖിൽ മൗലാ. ഒരടിമയാണെങ്കിൽ ആ അടിമയോട് നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നു. രണ്ടാമത് തൻ്റെ യജമാനനോടുള്ള കടപ്പാടുകൾ വിട്ടിയവനാണോ എന്ന് ചോദിക്കുന്നു. ഫഇന്ന ജാബാ, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞാൽ തജാവസ അൻ മൗഖിഫിഹി ഇലാ മൗഖിഫിൻ ആഖർ, തൊട്ടടുത്ത സ്ഥലത്തേക്ക് അവന് നീങ്ങാവുന്നതാണ്. തൊട്ടടുത്ത സ്ഥലത്തേക്കു, കേന്ദ്രത്തേക്കു അവന് നീങ്ങാവുന്നതാണ്. മിനൽ മവാഖിഫിൽ ഖംസീന. എത്ര കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെ ചോദ്യം വരുന്നത്? 50 കേന്ദ്രങ്ങളുണ്ട് എൻ്റെ സഹോദരന്മാരെ. 50 കേന്ദ്രങ്ങൾ ഇങ്ങനെയുണ്ട്. അവിടങ്ങളിലൊക്കെ ചോദ്യങ്ങളുണ്ട്. കൃത്യമായ മറുപടി പറഞ്ഞവർക്കേ അപ്പുറത്തെ കേന്ദ്രത്തിലേക്ക് പോകാനൊക്കുകയുള്ളൂ. ഇല്ല, മറുപടി പറയാൻ കഴിയാതെ പോയാൽ ഓരോ സ്ഥലത്തും 1000 വർഷത്തെ ശിക്ഷയാണ് നടക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.